ഇക്കരെ കൊട്ടിയൂരിൽ ഞങ്ങൾ പവിത്രൻ എന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ ലോട്ടറി വിൽപ്പനയാണ്. പക്ഷേ ചേട്ടനൊരു പ്രത്യേകതയുണ്ട്. ചേട്ടൻ കൊട്ടിയൂരിൽ മാത്രമേ ലോട്ടറി വിൽക്കാൻ വരാറുള്ളൂ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്താണ് അങ്ങനെ കൊട്ടിയൂർ മാത്രം? മഹാദേവൻ്റെ ഒരു അനുഗ്രഹം പ്രത്യേകിച്ചാണ്. നോയമ്പെടുത്താണ് ഇവിടെ വരുന്നത്. ശബരിമലയ്ക്ക് പോകുന്ന നോയമ്പ് പോലെയാണ് ഞാനിവിടെ വരുന്നത്. എൻ്റെ ഉപജീവന മാർഗമാണ് ഇവിടെ. ഇതുകൊണ്ട് അപ്പൻ എന്നെ കനിയാറുണ്ട്. ഇതുവരെ കൈവിട്ടിട്ടില്ല. അപ്പൊ ഈ 28 ദിവസങ്ങളിൽ മാത്രമേ വരുള്ളൂ അതോ എല്ലാ ദിവസവും? അല്ല, ഈ 28 ദിവസങ്ങൾ മാത്രം. പ്രത്യേക ദിവസങ്ങൾ എനിക്ക് തൊഴണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പനെ തൊഴാൻ വരും. ഈ 28 ദിവസങ്ങളിൽ കൊട്ടിയൂരപ്പൻ ചേട്ടന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്ന് പറയാമോ? ഉണ്ട്, ഒത്തിരി അനുഗ്രഹമുണ്ട്. ഞാൻ ഒരുപാട് ബാധ്യതയുള്ള ആളാണ്. അപ്പൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം മറക്കാം, എല്ലാം തരും അപ്പൻ. ഞാൻ ഒരു രോഗിയാണ്. എൻ്റെ രോഗങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ മാറിക്കൊണ്ടുണ്ട്. അതാണ് അപ്പൻ്റെ അനുഗ്രഹം. ഈ അപ്പനെ തൊഴാൻ ഒരു 10 ദിവസം മുമ്പിലേ വ്രതം എടുത്തിട്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. മഹാദേവൻ അനുഗ്രഹിക്കും. ആ വിശ്വാസത്തിൽ ഞാനിവിടെ വരുന്നത്. എല്ലാ വർഷവും കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് വരുന്നു? ഞാൻ ലോട്ടറി വിൽക്കാൻ ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് വരുന്നുള്ളൂ. എല്ലാ വർഷങ്ങളും വന്ന് തൊഴും, അപ്പനെ തൊഴും. അത് ചോദിക്കുന്നത് ഒരുപക്ഷെ കൊട്ടിയൂരപ്പൻ്റെ ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ ചോദ്യം ചെയ്യുന്നതായിരിക്കും. എന്നാലും എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷത്തിൽ കൊട്ടിയൂരപ്പൻ അങ്ങയുടെ എത്ര ബാധ്യതകൾ തീർത്തു? ഒരുപാട് ബാധ്യത തീർത്തു. ഇനി ഈ പ്രാവശ്യം തീർക്കുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പനെ ഒരിക്കലും കൈവിടുകയല്ല. അപ്പനെ വിശ്വസിച്ച് വരുന്നവർ ഒരാളും കൈവിടുകയല്ല. അപ്പൻ ആരെയും കൈവിടുകയല്ല. അപ്പനെ മുന്നിൽ വലിയവനും ചെറിയവനും എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. ആ വിശ്വാസമാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അക്കരെ കൊട്ടിയൂരിനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? അക്കരെ ഈ 28 ദിവസം വൈശാഖോത്സവത്തിൽ മാത്രം തുറക്കുന്ന അക്കരെ കൊട്ടിയൂരിൻ്റെ ആ ഒരു പുണ്യത്തെക്കുറിച്ച്, അവിടുത്തെ ഒരു മാഹാത്മ്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടുത്തെ മഹാത്മ്യത്തിൽ കൂടുതലായിട്ട് എനിക്കറിയത്തില്ല. എങ്കിലും ഇത്രയും കാലങ്ങളായിട്ട് വരുന്ന എൻ്റെ വിശ്വാസത്തിൽ ഈറൻ തൊഴുത് വരുന്ന ഒരു ഭക്തനെ അപ്പൻ ഒരു കാലത്തും കൈവിടിയല്ല. ഈറൻ തൊഴുത് വരുന്ന ഭക്തനാണ് അപ്പൻ കൈവിടിയല്ല. പിന്നെ അപ്പനെ വിശ്വസിച്ച് വരുന്നവരെ ആരും കൈവിടുകയല്ല. പിന്നെ വൈശാഖോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മഹന്നാൾ വരെ ഇവിടെ പ്രവേശനമുള്ളൂ. അപ്പം അവിടുത്തെ ശിവേലി, ഉച്ച ശിവേലി കഴിഞ്ഞാൽ ആനയും സ്ത്രീകളും പുറത്തു പോകും. അതുവരെ അപ്പൻ 29-ാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൻ അക്കരെയാണുള്ളത്. അപ്പോൾ ഇക്കരെ കൊട്ടിയൂരിൽ നട തുറക്കുമെന്നല്ലാതെ മറ്റ് പൂജകളോ കർമ്മങ്ങളൊന്നുമില്ല. എല്ലാ കർമ്മങ്ങളും അവിടെയാണ്. എന്തായാലും കൊട്ടിയൂരപ്പൻ്റെ ഏറ്റവും വലിയ അടുത്ത പ്രജ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേട്ടനെ പറയാം, പവിത്രൻ ചേട്ടനെ പറയാം. കാരണം അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഈ ദിവസങ്ങളിൽ മാത്രമേ കൊട്ടിയൂർ തൻ്റെ ഉപജീവന മാർഗം നടത്താൻ വരാറുള്ളൂ. അതും വ്രതമെടുത്താണ് വരുന്നത്. ഇക്കുറിയും അദ്ദേഹത്തെ കൊട്ടിയൂരപ്പൻ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് ഈ വരുന്ന ഓരോ ജനങ്ങളുടെയും മുഖത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിശ്വാസം തന്നെയാണ് ഇവിടെ ഇത്രയധികം ഭക്തജന സഹസ്രങ്ങൾ ഇങ്ങനെ ഒഴുകാൻ കാരണമാകുന്നത്. എന്തായാലും കൊട്ടിയൂർ എന്ന് പറയുന്ന ഈ പവിത്ര ഭൂമിയിൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എത്തുന്നത്. എനിക്കും അതിൻ്റെ ഒരു ഊർജം ഈ പുണ്യഭൂമിയിൽ എത്തിയപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ കർമാന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എന്നെ കൊട്ടിയൂരപ്പൻ അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് എൻ്റെയും ഉറച്ച വിശ്വാസം. ഓം നമഃ ശിവായ.